ഗൈസ് അസ്സാം വലൈക്കും, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല നാടൻ പഴംപൊരി ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പഴമായി കൊണ്ടുവന്നിട്ട് പറഞ്ഞു പഴംപൊരി ഉണ്ടാക്കുമെന്ന്. ഞാൻ വിചാരിച്ചു നമുക്ക് ചുള്ളിയിൽ ഒരു വീഡിയോവും പിന്നെ പഴംപൊരിയും കഴിക്കാൻ അവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാം കൂടി ഓക്കെ പറഞ്ഞു ഞാൻ. അങ്ങനെ ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും പഴംപൊരി ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പഴംപൊരിയുടെ കൂട്ടുണ്ടാക്കാം. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ ലീവിന് 10th ഇൻഷാല്ലാ ലീവ് കിട്ടും. അപ്പോൾ ലീവിന് പോയി കഴിഞ്ഞാൽ എന്തായാലും മസ്റ്റായിട്ട് ബൗൾ വാങ്ങണം. ബൗളില്ലാത്തതുകൊണ്ട് നമ്മൾ എടുക്കുന്നൊരു പാത്രമാണിത്. അപ്പോൾ ബൗൾ നിർബന്ധമൊന്നുമില്ല, ബൗളിനോളെന്ന് എങ്കിലും. അപ്പോൾ നമ്മൾ ഇതിലാണ് ഉണ്ടാക്കാണ്ട് പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ഞാനൊരു 2 കയ്യിൽ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാര ഓരോരുത്തരുടെ മധുരം എങ്ങനെയാണോ അത് ആവശ്യത്തിനനുസരിച്ചിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, പഴംപൊരിക്ക് പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം എടുക്കുക. അപ്പോൾ അതൊന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഞാനിവിടെ ഒരു 4 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഓവറാകാൻ പാടില്ല. വെള്ളം ഓവറായി കഴിഞ്ഞാൽ നമുക്ക് ഈ പഴത്തിൽ എന്താ പറയുക, ഈ മാവ് ഒട്ടൂല. അതുപോലെ തന്നെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ പഴത്തിൻ്റെ മുകളിൽ മാവ് കൂടുകയും ചെയ്യും. അതുകൊണ്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കറക്റ്റ് കാണിച്ചു തരാം, ഏകദേശം എങ്ങനെ വേണമെന്നുള്ളത്. അപ്പോൾ വെള്ളം കറക്റ്റായിരിക്കണം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഒരു ഇത്തിരി ഉപ്പിടാം, കാരണം ഒരു മധുരം ഒന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഏലക്കായ് ഉണ്ടെങ്കിൽ ഏലക്കായ് പൊടിച്ചത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏലക്കായ് ഇല്ല, അപ്പോൾ ഏലക്കായൊക്കെ വാങ്ങണം, ലീവിന് പോകുമ്പോൾ വാങ്ങണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇൻ കേസ് മധുരം ഓവറാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ചിലർ കളറ് ചേർക്കും, മഞ്ഞപ്പൊടിയോ ഇല്ലെങ്കിൽ നമ്മുടെ ഫുഡ് കളറോ കാര്യങ്ങളൊക്കെ ചിലർ കളറ് കിട്ടാൻ വേണ്ടി ചേർക്കും. ഞാനതൊന്നും ചേർക്കുന്നില്ല. പക്ഷെ നമുക്ക് നമ്മളുടെ നോർമൽ എന്താണോ കളർ ഇട്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. വെള്ളം ഓവറാകാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പോൾ കാണുന്നുണ്ടല്ലോ, ഈ ഒരു കട്ടിയിലാണ് നമ്മൾ മൈദ കലക്കിയെടുക്കേണ്ടത്. നമ്മളിവിടെ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത 6 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതിന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പഴം കട്ട് ചെയ്തെടുക്കുക. അതിന് മുമ്പ് ഈ തുമ്പൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. ഈ ബാക്കും ഫ്രണ്ടും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് ഒരു പഴം ഇങ്ങനെ മുഴുവനായിട്ട് നീളത്തിൽ ചെറിയ എന്താ പറയുക സ്ലൈസിലങ്ങ് ഇങ്ങനെ ഈ ഒരു പീസ്, ഈ ഒരു എന്താ പറയുക, ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ പഴം നല്ല തടി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരു കഴിക്കാനൊരു സുഖം കിട്ടില്ല. മീൻസ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ ഞാൻ പറയുന്നത്. എല്ലാവർക്കും ഇങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ട് പഴം മാക്സിമം തിന്നാക്കി എടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ ആൾ കഴിക്കാനുള്ളത് കൊണ്ട് നമ്മളെന്ത് ചെയ്യുന്നു, ഒരു പഴം 2 ആക്കിയിട്ട് നടന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയ ചെറിയ പഴംപൊരിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നേരത്തെ വലുത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടി കട്ട് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകൾ ജോലി ചെയ്യുന്നത് ഇവിടെ ഒരു ഹോട്ടലിലാണ്. അപ്പോൾ അവിടെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ പഴംപൊരി ഉണ്ടാക്കിയിട്ടാണ് കാര്യമുള്ളൂ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് പഴം മാവിൽ
മുക്കുക, ഇങ്ങനെ മുക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് എണ്ണയിൽ ഇട്ട് പൊരിച്ചെടുക്കുക. ഞാനെപ്പോഴും പറയുന്ന പോലെ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഒരു 2-3 കറക്കുക. എന്നിട്ട് അടുത്ത് ഇടുക. നമ്മളെ പഴംപൊരി ഇവിടെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ നാടൻ പഴംപൊരി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ബിസ്മില്ലാ. ശരിക്കും എന്താ പറയുക, നമ്മളെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റ് കേട്ടോ. എന്താ പറയുക, നല്ല രസമുണ്ട്. നമുക്ക് ഇതിനേക്കാളും ഒന്നുകൂടി ടേസ്റ്റൊക്കെ ബെറ്റർ ആക്കാൻ പറ്റും. ഈ ഏലക്കായ് പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടാകും. നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയാണ് പഴംപൊരി. അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ പറയുക. നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ പറഞ്ഞു തരുന്നതിനനുസരിച്ചിട്ടാണ് എനിക്ക് ബെറ്ററാക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നു, അപ്ലോഡ് ചെയ്യുന്നു എന്നുള്ളതിന് അപ്പുറം ഈ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും എനിക്ക് വലിയ വശമൊന്നുമില്ല. ഇനി അതെല്ലാം ഒന്ന് ജസ്റ്റ് പഠിക്കണം. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വീഡിയോസിലായിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക കുക്കിംഗ് സ്റ്റൈലിലായിക്കോട്ടെ, എല്ലാം മറ്റു കാര്യങ്ങളെല്ലാത്തിലും ബെറ്ററാക്കി കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.